അറിവില്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. പരിഹാസമാണെന്ന് വിചാരിക്കരുത്. സിനിമയിലുള്ളതുപോലെ ഭരത് അവാർഡ് അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് അങ്ങനെ നാടകത്തിലുണ്ടോ? എന്താ, ഇല്ലെങ്കിൽ താനായിട്ട് ഏർപ്പെടുത്താനാണോ? അല്ല, അനിയന് വേണ്ടി അങ്ങനെ ഒരു അവാർഡ് ശുപാർശ ചെയ്യാനാ. ചേട്ടനെ പോലെ അല്ല അനിയൻ. ഒന്നാം തരം നടന. അഭിനയിക്കാണോ ജീവിക്കാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആ മികച്ച പ്രകടനത്തിന് ഏത് അവാർഡ് കൊടുത്താലും മതിയാവില്ല. മാനസാന്തരം വന്ന് ആള് നന്മയിലേക്ക് ചുവട് മാറുവോ അതോ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൈവിട്ടു പോവോന്ന് കണ്ടറിയണം. നന്മയിലേക്ക് നടന്നു കയറിയാ മതിയായിരുന്നു. കിടക്കാൻ നേരം ലൈറ്റ് അണിച്ചേക്കോ? യതീന്ദ്ര, എടാ യതി, എഴുന്നേറ്റേ. എടാ മൂളി ഞരങ്ങി കിടക്കാതെ എണീക്ക്. എണീക്കരുത് നിന്നോട് പറഞ്ഞത്. മിഴിച്ചൊന്നും നോക്കണ്ട, വീട്ടിൽ തന്നെയാ. ഇന്നലെ രാത്രിയിൽ എപ്പോഴാ ഏത് പരുവത്തിലാ കേറി വന്നതെന്ന് എനിക്ക് വല്ല ഓർമ്മയുണ്ടോ? എന്ത് പറ്റിയമ്മേ? കള്ളും കുടിച്ച് വെളിവില്ലാതെ 4 കാലി കയറി വന്നിട്ട് എന്തു പറ്റിയെന്നോ? നാണമില്ലടാ നിനക്കിങ്ങനെ ചോദിക്കാൻ. കാരണം നോക്കി 2 വെച്ച് തരിക നിനക്കൊക്കെ വേണ്ടത്. എന്നാലും മൂക്കറ്റും കുടിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വരാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? മനപ്രയാസം കൊണ്ടമ്മേ. കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വന്നതിന്റെ മനപ്രയാസം ആയിരിക്കും. ഇനിയും കുത്തി നോവിക്കാതെ അമ്മേ. ഞാൻ കാരണം ബിസിനസ്സിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചില്ലേ? നേരത്തെ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒക്കെ എന്റെ നോട്ടക്കുറവാ. ഓർത്തിട്ട് സഹിക്കുന്നില്ല. കുടിച്ച് ആരോഗ്യം കൂടി നശിപ്പിക്കുന്നതാണോ അതിനുള്ള പരിഹാരം? തെറ്റു പറ്റിയെന്ന് ബോധ്യപ്പെട്ട അത് തിരുത്തണം. അതാണ് ബുദ്ധി. അത് ഞാൻ ഉറപ്പിച്ചു. ഇനി കുറച്ചുനാൾ നന്ദനം നോക്കട്ടെ. എല്ലാ ചുമതലകളും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ സഹായം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാം. നന്ദന് പറയുന്നത് അനുസരിക്കാം. അങ്ങനെ അനുസരിച്ച് നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾ രണ്ടാളും ഒത്തൊരുമിച്ച് നിൽക്കണം. അതാണ് എല്ലാം നേരെയാക്കാനുള്ള വഴി. ഒക്കെ ഒന്ന് കലങ്ങിത്തെളിയാനാണെന്ന് ആശ്വസിക്കുക ഞാൻ. ക്രമേണ ഉദയനും ഇതിലൊക്കെ താല്പര്യം ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ബിസിനസ് പച്ചപിടിക്കും. എന്തായാലും നല്ല ബുദ്ധി നിനക്ക് ഉദിച്ചല്ലോ. ചെന്ന് കുളിച്ചിട്ട് പോ. ചെല്ല്. ഇടത്തൊഴിഞ്ഞ് പിന്നോട്ട് പതിഞ്ഞമർന്ന് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. നമ്മുടെ കടത്തനാടൻ കളരിമുറയാണ്. ശത്രു അതോടെ പതറിപ്പോകുമെന്ന് ഉറപ്പാണ്. ശത്രു അതിന് മുഖാമുഖം കച്ചകെട്ടി നിൽക്കല്ലേ പ്രതാപേട്ട? ഏത് ഏരിയെന്നാ പണി വരുന്നെന്ന് ഒന്ന് അറിയാൻ പറ്റണ്ടേ? ഏത് ഏരിയയിൽ നിന്നും പണി പാർസലായി കിട്ടാനുള്ള പണി യതി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഏയ്, നിന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു വസ്തുത ചൂണ്ടിക്കാണിച്ചു, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇപ്പൊ യതീന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കുഴപ്പമില്ലാത്തതാണ്. മനപ്രയാസത്തിന്റെ ക്ലൈമാക്സിൽ വെള്ളമടിക്കുക, ആകെ തകർന്നവനെ പോലെ വീട്ടിൽ കയറി ചെല്ലുക, സ്വയം കുറ്റപ്പെടുത്തുക,
ഒക്കെ നന്നായി. ടെസ്റ്റിനായിട്ടാണെങ്കിലും കാർത്തികയ്ക്ക് ഇട്ട് ഒന്ന് കൊടുത്തത് വളരെ നന്നായി. അവൾക്കത് വളരെ ആവശ്യമാണ്. കർക്കിടക മാസല്ലേ, ഒരു സുഖചികിത്സയാണെന്ന് കരുതിക്കോളും. ഇനിയുള്ള സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നുള്ളതാ എന്റെ കൺഫ്യൂഷൻ. അതൊക്കെ പറഞ്ഞു തരാനല്ലേ യതീന്ദ്ര ഈ പ്രതാപേട്ടൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. നന്ദനയുമായിട്ട് ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നമുക്കൊരു ഓപ്പൺ ഫൈറ്റ് വേണ്ട. നിന്റെ അത്രയും പൊക്കം, നിന്റെ ഇരട്ടി തടിയുമുള്ള നിന്റെ അമ്മയുടെ വിശ്വാസം മൊത്തം ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയാ നന്ദന. പോരാത്തതിന് യതീന്ദ്രന്റെ കള്ളത്തരങ്ങളുടെ ഒരു പങ്ക് കണ്ടുപിടിക്കുകയും ചെയ്തു. ഒരു പങ്കോ? അത്രയ്ക്കുള്ള തട്ടിപ്പൊന്നും ഞാൻ... അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ചാപ്റ്റർ നമുക്ക് പിന്നെ വായിക്കാം. അനിയന്റെ പ്രതിച്ഛായ ഒന്ന് മങ്ങി നിൽക്കുന്ന ഈ സമയത്തെ മറ്റതാണ് ബെസ്റ്റ്. ഏത്? ഒളിപ്പോര്. പതുങ്ങിയിരുന്ന് ആക്രമിക്കണം നന്ദനെ. അതിനർത്ഥം ചെടിയുടെ മറവിലിരുന്ന് അവൾ അടിച്ചു വീഴ്ത്തണമെന്നല്ല. അതെ, നീ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം കാർത്തിയോട്. പ്രതാപേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഞാൻ വ്യക്തമായിട്ടൊന്ന് ഉദ്ദേശിക്കട്ടെ, എന്നിട്ട് പറയാം. പ്രധാനമന്ത്രി ആയാലും സിപായി ആയാലും ഉറക്കം തൂങ്ങുമ്പോൾ ഒരുപോലെ ഇരിക്കുമെന്ന് തൃശൂക്കാരൻ കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പിടികിട്ടിയോ? ഇല്ല. അതേപോലെ പ്രധാനമന്ത്രി ആയാലും കുശിനിക്കാരിയായാലും ഇനിയിപ്പൊ നന്ദനയായാലും പെൺമനസ്സിടറുന്ന ഒരു നടപടിയുണ്ട്. ഭർത്താവിന്റെ അവിഹിത ബന്ധം. അങ്ങനെ ഒരു അറിവിന്റെ മുമ്പിൽ ഏത് പെണ്ണും പതറും. നന്ദനയും പതറും. പതറണം. അതെ നമ്മുടെ ആവശ്യം. ആ നമ്പറൊക്കെ കാർത്തിക പണ്ടേ ഇറക്കി നോക്കിയതാ. പതറിയത് കാർത്തികയാണ്. നന്ദനയ്ക്ക് ഒരു കൂസലുണ്ടായില്ല. എന്തുകൊണ്ട്? അന്ന് വാച മാത്രമായിരുന്നു പ്രയോഗം. ഇനി കർമ്മണായുള്ള പരിപാടിയാണ് പ്രയോഗിക്കേണ്ടത്. അതായത് ഉദയന് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കണം. ആള് കളത്തിലിറങ്ങണം. ആരും വിശ്വസിക്കണം, പ്രത്യേകിച്ച് നന്ദന. ഇതിനേറെ പറഞ്ഞുണ്ടാക്കുന്ന നമ്മൾ പോലും ഒടുവിൽ വിശ്വസിക്കണം. വിവരം അറിയുമ്പോ ഉദയേട്ടൻ എതിർക്കില്ലേ? എതിർക്കും. എതിർക്കട്ടെ. എതിർക്കണം. നമ്മളെല്ലാ ആണുങ്ങളും അങ്ങനെയല്ലേ ചെയ്യാറ്. ആ എതിർപ്പ് എത്രമാത്രം സ്ട്രോങ് ആവുന്നു അത്രമാത്രം ബലപ്പെടും നമ്മുടെ ഓപ്പറേഷൻ. എങ്ങനെ പ്രതാപേട്ട അതിന്റെ ഒരു പ്ലാനിങ്? ആളിനെ ഞാൻ അവതരിപ്പിക്കും. നാടകത്തിന്റെ സഹയാത്രികനായ ഉദയവർമ്മയുടെ സഹയാത്രികയായി ഒരു സുന്ദരി. ഉദയൻ അവളുടെ മുമ്പിൽ കമന്നടിച്ച് വീണതാണോ അതോ അവൾ ഉദയന്റെ മുമ്പിൽ നിലതെറ്റി വീണതാണോ എന്നൊക്കെ നമുക്ക് കഥയിൽ പിന്നീട് എഴുതി ചേർക്കാം. പ്രതാപേട്ടന്റെ കസ്റ്റഡിയിൽ അങ്ങനെ പറ്റിയ പാർട്ടി വല്ലതും ഉണ്ടോ? എങ്ങനെ 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 ഒളിമ്പിക്സിന്റെ സ്റ്റേഡിയത്തിൽ കുഴിപ്പന്ത് കളിക്കാൻ ഇറങ്ങിയ നീ? പ്രായവും രൂപവും മറ്റ് സെറ്റപ്പുകളും ഇണങ്ങിയ ഒരു കക്ഷിയെ നമ്മൾ വാടകയ്ക്ക് എടുക്കും. അവളുടെ എൻട്രിയോടെ നന്ദനയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. അതിനുള്ള പൊടിക്കൈകൾ നമ്മൾ പ്രയോഗിക്കും. അവള് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ മടിക്കും. ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ യതീന്ദ്രൻ എന്ത് ചെയ്യണം? പഴയതുപോലെ പിടിമുറുക്കണം. യെസ്. കൈവിട്ടു പോയത് ഓരോന്നായി തിരിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ഈ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത് കാർത്തിക ആയിക്കൊള്ളട്ടെ. ഒരു കർട്ടൻ റേസർ. നന്ദനെ, നിനക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ കുട്ടി. ഉദയേട്ടൻ എവിടെ പോയി നന്ദനെ? അറിയില്ല.
നന്ദനയോട് പറഞ്ഞിട്ടല്ലേ ഏട്ടൻ പുറത്തു പോകുന്നത്? എപ്പ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും എന്നോട് എന്തിനാ പറയുന്നത്? അല്ല, നന്ദന ചോദിക്കാറുമില്ല. അവരവർക്ക് അവരവരുടേതായ സ്വാതന്ത്ര്യമല്ലേ കാർത്തികേച്ചി. മറ്റൊരാൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വന്നാ നമുക്കത് ഇഷ്ടപ്പെടൂ? എന്നാലും ഇതങ്ങനെ മറ്റാരെങ്കിലും ആണോ? ഭാര്യയും ഭർത്താവും അല്ലേ? നന്ദനയ്ക്ക് സിനിമ ഇഷ്ടമല്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല. അല്ല, എന്നിട്ട് ഇതുവരെ ഒരു പടത്തിന് പോലും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാർത്തികേച്ചി സിനിമ കാണാൻ പോകുന്നത് ഞാനും കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ യതിയേട്ടന് ഇഷ്ടമല്ല. തിയേറ്ററിൽ പൂവാലന്മാരുടെ ശല്യമാണെന്നാ പറയുന്നേ. ഒരു കണക്കിന് ശരിയെ. നമ്മളെപ്പോലെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ചില അവന്മാർക്ക് ഇരിപ്പുറക്കില്ലെന്നേ. നല്ല സിനിമയുടെ CD യതിയേട്ടൻ കൊണ്ടുവരും. ടിവിയില് സിനിമ വരാറുണ്ടല്ലോ, നല്ലതെന്ന് തോന്നിയ ഞാൻ കാണും. ഇന്നലെ ടിവിയില് ഗോഡ്ഫാദർ ഉണ്ടായിരുന്നു, 500ന്റെ സിനിമയെ. ഏത് ചാനലില്? ഞാൻ കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. എനിക്ക് ആ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നസെന്റിന്റെ രഹസ്യബന്ധോ. KPSL ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചോണ്ടിരിക്കല്ലേ പുള്ളിക്കാരൻ. അത് പറഞ്ഞപ്പോഴാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. യതിയേട്ടന് രഹസ്യമായി കിട്ടിയ റിപ്പോർട്ടാണേ. ഇതിനോടകം നന്ദന അറിഞ്ഞ കാര്യമാണോന്ന് എനിക്കറിയില്ല. എന്താന്ന് പറയൂ. ആലപ്പുഴയിലുള്ള ഒരു സ്ത്രീ, അവരുമായിട്ട് ഉദയേട്ടന് രഹസ്യബന്ധം ഉണ്ടത്രേ. തീർന്നില്ല, അവർക്കൊരു മകളും ഉണ്ട്. മകളെന്ന് വെച്ചാ ഉദയേട്ടന്റെ മോള്. നന്ദന എന്താ ഞെട്ടാത്തത്? അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ, അതിലൊരു കുട്ടിയുണ്ടെങ്കിൽ ഇനി ഞാൻ ഞെട്ടിയിട്ട് എന്താ കാര്യം? സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞില്ലേ. തന്നെയുമല്ല, ഇതെനിക്ക് പുതിയൊരു അറിവുമല്ല. കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്നു കയറിയ ദിവസം തന്നെ പുള്ളിയുടെ പലതരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും കാർത്തികേച്ചി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിന്റെ സൂചനകളൊന്നും ഉണ്ടായിട്ടില്ല. ഇതങ്ങനെയല്ല, ശരിക്കും ഉള്ള കാര്യ. യതിയേട്ടന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. നന്ദന ഇത് ഗൗരവമായിട്ട് എടുക്കണം. ഭാര്യയായിട്ട് നന്ദന ഇവിടെ ഉള്ളപ്പോ മറ്റൊരു സ്ത്രീ, അവരിലൊരു കൊച്ച്. ശോ, കൊറേ ഭയങ്കരമാ. നാടകത്തിനെന്നും പറഞ്ഞ് ഉദയേട്ടൻ പലപ്പോഴും വീട് വിട്ട് നിൽക്കുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല. നന്ദനയെ വിദ്യേശ്വരടുത്ത് കൊണ്ടുവിട്ട ദിവസവും ഉദയനൂർ പോയ ദിവസവും അവിടെ നിൽക്കാതെ ആശ മുങ്ങിക്കളഞ്ഞില്ലേ. കാരണം ചോദിച്ചാ എറണാകുളത്ത് നാടകമുണ്ടായിരുന്നു പോലും. എറണാകുളത്തല്ല, ആലപ്പുഴയിലെ നാടകം ഇപ്പം മനസ്സിലായി. രഹസ്യ നാടകമാണെന്നേ ഉള്ളൂ. ഇതങ്ങനെ വെറുതെ വിടരുത് നന്ദനെ, പിടിച്ചു നിർത്തി ചോദിക്കണം. ചോദിക്കണം. പക്ഷേ തെളിവ് കിട്ടിയത് എനിക്കല്ല, യതിയേട്ടനല്ലേ. അതുകൊണ്ട് യതിയേട്ടൻ ചോദിക്കട്ടെ. പക്ഷേ ഇത്തരം വിഷയങ്ങൾ അനിയൻ തന്നെ കൈകാര്യം ചെയ്യുന്ന നല്ലത്. ആണുങ്ങളാവുമ്പോ അതിന് അതിൻ്റെതായ ഒരു ഗൗരവം കിട്ടും. അതല്ലേ ചേച്ചി ശരി? അല്ല, എന്നാലും ഞാനേ അടുക്കളയിലോട്ടൊന്ന് ചെല്ലട്ടെ. ഭാനുപ്രിയ. ഏയ്, ആ പേരങ്ങോട്ട് ശരിയാവില്ല. ജനപ്രിയ. ഏയ്, അത് വേണ്ട വേണ്ട വേണ്ട. ഏതോ പ്രൈവറ്റ് ബസിന്റെ പേരാണെന്ന് തോന്നും. സ്യൂട്ടബിളായ പേരങ്ങോട്ട് തോന്നുന്നില്ലല്ലോ. അതെ,
നിന്റെ ഒറിജിനലായ പേരെന്താ? സുരേഖ. യെസ്, സുരേഖ. അത് മതിയല്ലോ. ഇത്രയും നല്ലൊരു പേര് സ്വന്തമായിട്ടുള്ളപ്പോ നമ്മളെ കടമെടുക്കേണ്ട കാര്യം എന്താ? മോളെ കൊണ്ടുവന്നുണ്ടോ? ഇല്ല. സത്യത്തിൽ മോളുണ്ടോ? വിളിച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. കുട്ടീനെ കാണുമ്പോ കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നുവോ? കുടുംബത്തിൽ തന്നെ പിറന്നതാ സാറേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത്തവണ സുരേഖ ഏത് നാടക സമിതിയിലാണ് അഭിനയിക്കുന്നത്? ട്രൂപ്പിലൊന്നും പോകുന്നില്ല. ഞാൻ അങ്ങനെയുള്ള നാടകത്തിന്റെ ആളല്ല വർമ്മ സാർ. നന്നായി. അപ്പോ എന്റെ സെലക്ഷൻ കറക്റ്റ് ആയിന്ന് സാരം. സ്റ്റേജും കർട്ടനും ഇല്ലാത്തൊരു പ്രകടനമാണ് സുരേഖയെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. അധികം മേക്കപ്പും വേണ്ട. എപ്പ പ്രത്യക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയും. സുരേഖ അതങ്ങോട്ട് അനുസരിച്ചാ മതി. വ്യവസ്ഥകൾ നമ്മൾ അംഗീകരിച്ച സ്ഥിതിക്ക് അഡ്വാൻസ് ആകാം. ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി അങ്ങോട്ട് പേടിച്ചോളൂ. ഈശ്വര വിനായക, തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതേ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ സാർ. എന്ത് വിഷമാ കുട്ടി ഉദ്ദേശിക്കുന്നത്? പോലീസ് കേസോ അങ്ങനെ വല്ല പ്രശ്നവും? ഏയ്, അതൊന്നും പേടിക്കണ്ട. ചെറിയൊരു ഫാമിലി പ്രോബ്ലത്തിനുള്ള ചെറിയൊരു പരിഹാരമാർഗം, അത്രയേ ഉള്ളൂ. ഏൽപ്പിച്ച വേഷം സുരേഖ വളരെ ഭംഗിയായിട്ട് അങ്ങ് അവതരിപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം തരും. പിന്നെ ആവേശം കയറിയിട്ട് മനോധർമ്മം ആടരുത് കേട്ടോ. പറഞ്ഞതിന്റെ പൊരുള് സുരേഖയ്ക്ക് മനസ്സിലായോ? അപ്പോ ഞാൻ പറയുന്ന സമയങ്ങളിൽ സുരേഖ ഉദയന്റെ രഹസ്യ ഭാര്യയാണ്. നിന്റെ മോളുടെ അച്ഛൻ ഉദയനാണ്. ആരാണ്? ഉദയൻ സർ. അല്ല, ഉദയേട്ടൻ. കറക്റ്റ്, വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. കോഡ് കൈ. ശരി സർ. ഓക്കെ. സുരേഖ ഉദയൻ. ഞാനിന്നൊരു വിവരം അറിഞ്ഞു. പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. അമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാ, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. അമ്മയെ വെറുതെ ടെൻഷൻ അടുപ്പിക്കുന്ന എന്തിനാ? വെറുതെ ടെൻഷൻ അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം അറിഞ്ഞ ഓരോത്തിന് അത്രേ ഗൗരവമുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, വിഷയം നിസ്സാരമല്ല. എങ്കിലും അമ്മയോട് പറയണം. അതിനു മുമ്പ് എനിക്ക് മകന്റെ നിലപാട് അറിയേണ്ടത്. ആലപ്പുഴയിൽ ആരെങ്കിലും അറിയോ? അറിയാം. ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയാം. അതല്ല ചോദിച്ചത്. അടുത്ത പരിചയമുള്ള ആലപ്പുഴക്കാരെങ്കിലും ഉണ്ടോ? അതാ അറിയേണ്ടത്. തകഴി ചേട്ടനുമായിട്ട് പരിചയമുണ്ടായിരുന്നു. കാവാലൻ സാറായിട്ട് നല്ല ബന്ധമായിരുന്നു. എനിക്ക് അതൊന്നും അല്ല അറിയേണ്ടത്. താനെന്താ കളിക്കുകയാണോ? തനിക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വ്യക്തമായി ചോദിക്കുക. ആലപ്പുഴയിലുള്ളൊരു സ്ത്രീയുമായി രഹസ്യബന്ധമുണ്ട്. ആ ബന്ധത്തിലൊരു മകളുണ്ടോ? എന്താ മറുപടിയില്ലേ? ആര് പറഞ്ഞുള്ള അറിവാ ഇത്? അതാരെങ്കിലും ആയിക്കോട്ടെ,
കേട്ടത് സത്യമാണോ? സത്യമാവാം, അസത്യമാവാം. രണ്ടായാലും നന്ദനയ്ക്ക് എന്താ? തന്നെ അത് ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. അല്ലായിരിക്കാം, പക്ഷെ എനിക്ക് സത്യം അറിയണം. ഞാൻ നിഷേധിക്കുന്നില്ല. ആക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. നന്ദന വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം, ഭർത്താവിന്റെ പേരിലുള്ള ഭാര്യയുടെ പൊസസീവ്നെസ് ആണ് ആ ആകാംക്ഷയ്ക്ക് പിന്നിലെങ്കിൽ അത് ഒഴിവാക്കണം. അഭംഗിയാണ്. Yeah.